ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്ന 5 വ്യത്യസ്ത ഇനം ചീരകളും അവയുടെ കൃഷി രീതികളുമൊക്കെയാണ്. അതെങ്ങനെയാണ് നമുക്ക് നട്ടുപിടിപ്പിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊന്നാങ്കണ്ണി ചീരയാണേ. വളരെയധികം ഗുണമേന്മയുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. നമ്മുടെ കണ്ണിനൊക്കെയും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഒത്തിരി വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ ചീര നമ്മളിപ്പം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ നമുക്ക് മേടിച്ചാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണേ. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെക്കുമ്പോൾ ഇതുപോലെ കണ്ടോ റെഡ് കളറായിട്ടിരിക്കുമേ. അല്ല എങ്കിൽ ഇച്ചിരി പച്ച കളറ് പോലെ ഇരിക്കും. ഇതിനെ നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ തണ്ടുകൾ ഇത് കണ്ടോ, ഇതുപോലുള്ള തണ്ടുകളെ നമുക്ക് ഒടിച്ചിവിടെ കണ്ടോ ഈ നോട് ഉള്ള വശം നമുക്ക് മണ്ണിലോട്ട് കുത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്കിത് പിടിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടം വെച്ച് നമുക്കിങ്ങനെ ഒടിച്ചൊടിച്ചെടുത്ത് നമ്മൾ വയ്ക്കുമ്പോൾ അടുത്ത നാമ്പ് അവിടുന്ന് പൊട്ടുകയും ആ ചീര നല്ല ബുഷായിട്ട് വീണ്ടും വളർന്നു കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് തോരൻ വെക്കാനാണെങ്കിലും നമുക്ക് അടുത്ത ഒരു പോട്ടിലോട്ട് പിടിപ്പിക്കണമെങ്കിലും നമുക്കിതുപോലെ ഒടിച്ചൊടിച്ചെടുത്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണേ. അത് നമ്മൾ മേൽമണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് ഒരു ചെറിയ പോട്ടിലോ അതുപോലെ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് അതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണേ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതുപോലുള്ള കണ്ട ഇതിൽ പൂ വന്നിരിക്കുന്നുണ്ട്. ഈ പൂ വരുന്നതിന് മുമ്പാണ് നമ്മൾ അത് തോരൻ വെക്കാനായിട്ട് ഒടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് നടാനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അതുപോലെ ഇത് ഇപ്പോൾ ഇച്ചിരി ഇതിൻ്റെ വളർച്ച എത്തുമ്പോഴാണ് ഇതുപോലുള്ള പൂക്കൾ ഇതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പായി തന്നെ നമുക്ക് ഒടിച്ചത് തോരൻ വെക്കുവാണെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെയും നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി ഫുള്ളായിട്ട് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. അതുപോലെ തന്നെ അതിൽ ഏറെ ഗുണങ്ങളും ഉള്ള ഒരു ചീരയാണേ. അപ്പം നമ്മൾ പച്ചക്കറി നന്നായി കഴിക്കുന്നവർക്ക് അല്ലെ പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർ പിന്നെ അവർക്ക് ഏറ്റവും നന്നായിട്ട് പിന്നെ വെച്ച് പിടിപ്പിക്കുകയും അതുപോലെ നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര നമുക്ക് വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ഈ ചെറിയൊരു തണ്ട് അടർത്തി വെച്ചാൽ ഇതുപോലെ നമുക്ക് കാട് പോലെ വളർന്ന് കിട്ടും. അതിന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ആ രീതിയിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് കാട് പോലെ ഈ ചീര വളർന്ന് കിട്ടുന്നതാണേ. കണ്ടോ, ഇതിന് നമ്മൾ കൊടുക്കേണ്ട വളമെന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി മാത്രമാണ്, വേറെ വളങ്ങളൊന്നും വേണ്ട. കൂടുതൽ വളങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ അളിഞ്ഞു പോകും. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. നമ്മളിത് നട്ടുപിടിപ്പിക്കുന്ന ചട്ടിയിൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പൊട്ടി മിക്സ് ആയിരിക്കണം. രണ്ടാമത്തെ ഒരു ചീരയാണ് പൊന്നാരി വീരൻ. കണ്ടോ, ഇതൊരു കുറ്റിച്ചെടിയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണേ. അപ്പോൾ ഇത് നമുക്ക് മാസങ്ങളും വർഷങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ്. പെട്ടെന്ന് ഇത് ഇന്നലെ ഉണ്ടായിട്ട് നാളെ അത് വാടിപ്പോകുന്ന ഒരു ചെടിയല്ല. കണ്ടോ, ഇതൊരു മരം പോലെ ഒരു ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ വളർന്നു കിട്ടും. നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നമ്മളിതിൻ്റെ ഇളം നാമ്പുകൾ ഈ ഇലകളെല്ലാം കണ്ടോ, ഈ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് തോരൻ വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണേ. ഇതിൻ്റെ ഇലകൾ നമ്മൾ മണപ്പിക്കുമ്പം ഇതിനൊരു ഒരു സ്മെല്ലുണ്ടേ. പക്ഷേ ഇത് തോരൻ വെച്ചാലുണ്ടല്ലോ, ഇത് പറയാൻ വയ്യ, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് ഈ പൊന്നാരി വീരൻ. കണ്ടല്ലേ ഇതിൻ്റെ ഇലകൾ കണ്ടോ. നമുക്കിപ്പം ഇത് നമ്മൾ തോരന് വേണ്ടി ഇത് എടുക്കാറായി വരികയാണ്. അപ്പം നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും ഇത് അതുപോലെ വളർന്നു വരുവേ. നല്ല ഗുണമുള്ള ഒരു ചീരയാണ്. ഇതിന് നമുക്ക് വിത്തുകൾ ഇതിൽ തന്നെ സീഡ് ഉണ്ടാവുമേ. ആ സീഡ് പാകി നമുക്ക് ഇതിന് തൈ മുളപ്പിക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. നമ്മളിതിൻ്റെ കമ്പ് വെച്ചും നമുക്ക് കിളിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാകുന്ന പാകമായ സീഡിനെ നമ്മൾ പാകിയ മേൽമണ്ണിലെടുത്ത് അത് പാകിയാൽ മതി. അതിൻ്റെ തൈകൾ കിളിച്ച് വരും. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ചുവട്ടിലും ഒക്കെ ആയിട്ട് ധാരാളം തൈകൾ ഇങ്ങനെ മുളച്ച് നിൽക്കും. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് വേഗത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണ് പൊന്നാരി വീരൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഗ്രോ ബാഗിലോ വലിയ ചട്ടിയിലോ ഒക്കെ വളർത്താം. അതുപോലെ നിലത്തും വളർത്താം. ഇവിടെ നിലത്താണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഒരു വലിയ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. വലിയ ശിഖരങ്ങളൊക്കെ ആയിട്ട് കണ്ടോ, കുറേ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഈ ചീരയ്ക്ക് പുഴുശല്യമോ അങ്ങനെ എന്തെങ്കിലും പിന്നെ
കീടാക്രമങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് നീം ഓയിലാണ് കൊടുക്കാൻ പറ്റിയത്. നീം ഓയിലും പിന്നെ ഷാമ്പുവും കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ ഇതിനിടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നം പോലെ തോന്നുവാണെങ്കിൽ ഞാനത് അപ്പോഴേ ഞാൻ അതിന് നീം ഓയിൽ സ്പ്രേ ചെയ്യാറുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ട് നല്ല ഇലയായിട്ടൊക്കെ തന്നെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാനായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, കറിയിലൊക്കെ ഇടാൻ പറ്റും. മൂന്നാമത്തെ ഒരു ചീരയാണ് അഗസ്ത്യ ചീര. ഇത് കണ്ടോ, നല്ല വൈറ്റമിൻ്റെ കലവറയാണ് ഈ ചീര എന്ന് പറയുന്നത്. ഇത് നമുക്ക് റെയറായിട്ടുള്ളൊരു ചീരയാണ്. ഇത് തിരുവനന്തപുരം സൈഡിലൊക്കെ ധാരാളം കണ്ടുവരുന്നതാണ്. ഇതിലൊരു പൂവുണ്ടാവുമേ. ഇത് അഗസ്ത്യ ചീരയുടെ റെഡാണ് ഇതിലെ പൂവേ. അപ്പോൾ പൂവും ഇലയും എല്ലാം നമുക്ക് ശരീരത്തിന് ഗുണമുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടാണ് നമ്മൾ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് പൂക്കൾക്ക് മാത്രം 300 രൂപ കിലോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നിലത്തോ ചട്ടിയിലോ നമുക്ക് ഇതും വെച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ കമ്പ് വെച്ചും നമുക്ക് പിന്നെ തൈ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇതുപോലുള്ള ഇലക്കറികൾ, ചീര ഇലയൊക്കെ. അപ്പോൾ ഈ അഗസ്ത്യ ചീര നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ കാണിച്ച ഏതെങ്കിലുമൊക്കെ ചീര നിങ്ങളുടെ വീടുകളിലുണ്ടാവും. പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വീടുകളിൽ ഏതൊക്കെ ചീരയാണുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതും വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണ്. പിന്നെ നഴ്സറികളിലൊക്കെ നമുക്ക് പിന്നെ തൈ ഇതിൻ്റെ കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലുമൊക്കെ റയറായിട്ടുള്ള നഴ്സറി എല്ലായിടത്തും കിട്ടാൻ സാധ്യതയില്ല, ചിലയിടങ്ങളിലൊക്കെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ വാങ്ങിച്ച് നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണേ. പിന്നെ ഈ ചീരയുടെ ഇല പുഴു തിന്നുന്നു എന്നൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും പലരും പറയാറുണ്ട്. എൻ്റെ ചീരയുടെയൊക്കെ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം നീം ഓയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. അത് തണ്ടിലും ഇലകളിലും എല്ലാം അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇല്ലെങ്കിൽ പോലും അങ്ങ് ഈ മഴ സമയത്താണ് കൂടുതലായിട്ട് അങ്ങനെയുള്ള പ്രശ്നം കാണുന്നത്. പുഴു വന്നിരുന്ന് ഫുള്ള് ഇലകൾ തിന്നും. അപ്പോൾ അത് നമ്മൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, നമ്മളിപ്പം പുഴുവിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, പുഴു കാര്യമായിട്ട് വന്നിരുന്ന് നമ്മുടെ ചീരയുടെ ഇല ഭക്ഷിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ നശിപ്പിച്ച് കളയുക. അത് നമ്മൾ പച്ച കളർ തന്നെ ആയതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇലയിൽ തന്നെ തണ്ടിലിരിക്കുന്ന കണ്ടോ. നാലാമത്തെ ചീരയാണ് നമ്മുടെ പച്ചച്ചീര. ഇത് കണ്ടില്ലേ, പച്ചച്ചീര. ഇത് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാനിവിടെ എനിക്ക് ഒത്തിരി പച്ചച്ചീരകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ പിന്നെ ഇത് വിത്തിനായിട്ട് നമ്മളിങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇത് നിലത്തിങ്ങനെ ഇതുപോലെ സ്ഥലമുള്ളിടത്ത് നമ്മളിങ്ങനെ നട്ടു കൊടുത്തിരിക്കുക, കളയാതെ ഇങ്ങനെ നിർത്തിയിരിക്കുവാണേ. അപ്പോൾ നമ്മളെപ്പോഴും ചീര എടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ തണ്ടേന്ന് ചുവട്ടിൻ്റെ കുറച്ച് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അതിൽ നിന്ന് ശിഖരങ്ങൾ വന്നിട്ട് നമുക്ക് ധാരാളം പിന്നെ ഇലകളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ വിത്തുകൾ പാകമാകുമ്പോൾ എടുത്തിട്ട് നമ്മൾ പിന്നെ നിലത്ത് തന്നെ നമുക്ക് മണ്ണിളക്കിയിട്ടിട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചുമന്ന ചീരയുടെ വിത്ത് പാകുന്നത് കാണിച്ചതുപോലെ നമുക്ക് ചീര വിത്ത് പാകിയെടുക്കാവുന്നതാണ്. ഈ മഴ സമയത്ത് ഇതുപോലുള്ള ചീരയ്ക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് നട്ടുപിടിപ്പിലൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ നടീൽ രീതിയൊക്കെ നമ്മൾ മഴ കൊള്ളാത്ത ഒരു ഏരിയയിൽ വെച്ച് അതിനെ പാകി കിളിപ്പിച്ചിട്ട് നമുക്കതുപോലെ പിന്നെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചീര പ്രത്യേകം നമ്മൾ വിളവെടുക്കുമ്പോൾ അതിനെ മൂടോടെ പിഴുതെടുക്കാതെ അതിൻ്റെ കുറച്ച് നിർത്തിക്കൊണ്ട്, ചുവട്ടിൽ നിന്നൊരു കുറച്ച് നിർത്തിക്കൊണ്ട് നമ്മളൊരു പിന്നെ ബാക്കി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ നിന്ന് മുളകൾ വന്ന് അതിന് ശിഖരങ്ങൾ വന്ന് അതിനെ നമുക്ക് വീണ്ടും വീണ്ടും പല പ്രാവശ്യങ്ങളും നമുക്കൊരു 4-5 പ്രാവശ്യമൊക്കെ നമുക്ക് അതിൽ നിന്ന് ചീരയിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. അപ്പം അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഈ ചീരയ്ക്കും അതുപോലെ നമുക്ക് നീം ഓയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണേ. അപ്പോൾ നല്ല പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീര പിടിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു ചെടി മതി നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുത്താൽ അത് തന്നെ നമുക്ക് കൂടുതലാണ്. അത്രയ്ക്ക് നമുക്ക് ശിഖരങ്ങളോടുകൂടി ഈ ചീര വളരും. അഞ്ചാമത്തെ ചീരയാണ് നമ്മളിപ്പോൾ കാണിച്ച പച്ചച്ചീരയുടെ അതേ ഗണത്തിൽപ്പെട്ട ചുവന്ന ചീര. കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നട്ടുപിടിപ്പിക്കാം. ഒരു പ്രാവശ്യം നമുക്ക് ഈ ചീരയുടെയൊക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് ചീര പിടിച്ച് കിട്ടിയാൽ അതിൻ്റെ വിത്തിനെ നമുക്ക് എടുത്തു വെച്ച് അടുത്ത പ്രാവശ്യം നമ്മുടെ പറമ്പിൽ നിന്ന് ചീര ഒഴിയാതെ നിൽക്കും. പച്ചച്ചീരയുടെയും ചുവന്ന ചീരയുടെയൊക്കെ ഗുണങ്ങൾ അതാണേ. അപ്പം അതുപോലെ ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളും ഇതുപോലെ ചുമന്ന ചീരയും നട്ടുപിടിപ്പിക്കുക.
നല്ല ഇളക്കമുള്ള മണ്ണിൽ നമ്മൾ ഈ ചീര നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം നല്ലപോലെ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ചട്ടിയിലോ ആണെങ്കിൽ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ഈ ചീരയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, നല്ല വളക്കൂറുള്ള മണ്ണ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ ചീര പിടിച്ചു കിട്ടും. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് മൂടോടെ പിഴുതെടുക്കാതെ കട്ട് ചെയ്ത് ചീര നമ്മൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കതിന് വിളവെടുക്കാൻ പറ്റും. 6ാമത്തെ ചീരയാണ് ചായമൻസ എന്ന് പറയുന്ന ഈ ചീര. കണ്ടോ, ഇത് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണേ. ഇതിൻ്റെ തണ്ട് വെച്ചാൽ മതി, നമുക്ക് ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടും. കണ്ടോ, നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് ചായമൻസ. കണ്ടില്ലേ, ഇതിൻ്റെ തണ്ടുകൾ നല്ല ഇതിൻ്റെ നമ്മൾ പ്രത്യേകം ഇത് തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇളം നാമ്പുകളാണ് തോരൻ വയ്ക്കുന്നത്. ഇത് നമ്മൾ കറിവില്ലിടുമ്പോഴും തോരൻ വയ്ക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇളം നാമ്പുകളാണ് നമ്മൾ തോരൻ എടുക്കേണ്ടത്. മാത്രമല്ല ഇത് തുറന്ന് വെച്ചിട്ട് 20 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുക്കേണ്ട ഒരു ചീരയാണ് ഈ ചായമൻസ. ഓരോ ചീരയ്ക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ തോരൻ വയ്ക്കുമ്പോഴും മറ്റ് ചീരകളൊക്കെ അത്രയും പ്രശ്നമില്ല, അത് എളുപ്പം നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിന് മാത്രമാണ് കൂടുതൽ സമയം നമ്മൾ വേവിച്ച് എടുക്കേണ്ട ഒരു ചീരയാണേ. കണ്ടോ, അപ്പം ഇങ്ങനെയുള്ള ചീരകൾ കിട്ടുവാണെങ്കിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തന്ന ഈ 6 കൂട്ടം ചീര നിങ്ങളുടെ വീടുകളിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.